എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന അവസാനത്തെ നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ അവസാന നിമിഷങ്ങളിലെ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ മാത്സിനകത്തെ മറ്റ് ചില ചാപ്റ്ററുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത്തരത്തിലെ നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബുക്കും പേനയും എടുത്തു വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഓരോ ചോദ്യങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. ഞാൻ എങ്ങനെയാണോ ചെയ്തു വന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു പഠിക്കുക. അതിനുശേഷം അതേപോലെ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു പഠിച്ചുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ നമ്മുടെ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളിലേക്കുള്ള ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ എക്സാമിന് വേണ്ടി പോവുകയാണ്. സോ ആ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഡിമാൻഡഡ് ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം. എടാ കുഞ്ഞുങ്ങളെ, നമ്മൾ ആദ്യം ലാഭശതമാനം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലാഭശതമാനം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില, അല്ലേ? ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, വാങ്ങിയ വില താഴെ എഴുതുക. ഒന്നും കൂടെ, ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം പ്രോഫിറ്റിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ വാങ്ങിയ വില CP. എല്ലാവരും എഴുതിയെടുക്ക് മക്കളെ. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. അതേപോലെ എടാ കുഞ്ഞുങ്ങളെ, നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ദാ പിടിച്ചു, നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. കണ്ടോ? സോ ലാഭശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. അതേപോലെ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ പരസ്യവില അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ്. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്യുക. ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ പരസ്യവില അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ് എന്ന് എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു, വായിക്കേ. 10 പെൻസിലിന്റെ വാങ്ങിയ വില 8 പെൻസിലിന്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എന്നാണ് ചോദ്യം. ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്രയാടാ പിള്ളേരെ എന്നാണ് ചോദ്യം, അല്ലേ? അപ്പൊ അതാണ്ട ഇത്ര മാത്രമേ ഉള്ളൂ പരിപാടി. എടാ, വാങ്ങിയ വിലയുടെ കൂടെ നിൽക്കുന്ന സംഖ്യ ഏതാ? 10 പെൻസിലിന്റെ വാങ്ങിയ വില. ആ വാങ്ങിയ വിലയോട് ചേർന്ന് നിൽക്കുന്നത് 10 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? 10 പെൻസിലിന്റെ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ്, ഈസ് ഈക്വൽ ടു 8 പെൻസിലിന്റെ വിറ്റ വിലയ്ക്ക് തുല്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടാ, 10 പെൻസിലിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് 8 പെൻസിലിന്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്, SP തുല്യമാണെന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ദാണ്ട നോക്കിക്കോണേ, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ, എടാ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ദാണ്ടേ CPയുടെ കൂടെ നിൽക്കുന്നവനുണ്ടല്ലോ, ആ CPയുടെ കൂടെ നിൽക്കുന്നവനെ നിങ്ങൾ SP ആയിട്ട് പരിഗണിക്കുക. ഒന്നും കൂടെ,
സി പിയുടെ കൂടെ നിൽക്കുന്നവനെ എസ് പി അല്ലെങ്കിൽ വിറ്റ വിലയായിട്ട് പരിഗണിക്കണം. അപ്പോൾ വിറ്റ വില എത്ര എന്ന് ചോദിച്ചാൽ മക്കളെ 10 പിടിച്ചു. കണ്ടോ, സി പിയുടെ കൂടെ നിൽക്കുന്നവനെ വിറ്റ വിലയായിട്ട് പരിഗണിക്കണം. വാങ്ങിയ വില സി പിയുടെ കൂടെ നിൽക്കുന്നവനെ വിറ്റ വിലയായിട്ട് പരിഗണിക്കണം. അതേപോലെ എസ് പിയുടെ കൂടെ നിൽക്കുന്നവനെ സി പി ആയിട്ട് പരിഗണിക്കണം. സി പി അപ്പോൾ 8 ആണെന്ന് മനസ്സിലായി. കണ്ടോ, ഒന്നും കൂടെ പറയാം. അതായത് സി പിയുടെ കൂടെ നിൽക്കുന്നവനെ എസ് പി ആയിട്ട് പരിഗണിക്കുക, എസ് പിയുടെ കൂടെ നിൽക്കുന്നവനെ സി പി ആയിട്ട് പരിഗണിക്കുക. പരിപാടി കഴിഞ്ഞു. ഇനി പറയാം. ഇതാണ്ടേ ഇവിടെ മക്കളെ 8 രൂപയ്ക്ക് വാങ്ങിച്ചു. 8 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 10 രൂപയ്ക്ക് വിറ്റു. എടാ 8 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 10 രൂപയ്ക്ക് വിറ്റാൽ ലാഭമല്ലേ? എടാ 8 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, വിറ്റത് എത്രണ്ണ? 10. അപ്പൊ 8 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 10 രൂപയ്ക്ക് വിറ്റാൽ 2 രൂപ ലാഭം കിട്ടിയില്ലേ? അപ്പോൾ ലാഭം 2 ആണെന്ന് മനസ്സിലായി. ലാഭം 2 ആണ്. ലാഭശതമാനം കാണാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ലാഭശതമാനം കാണാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. 8 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 10 രൂപയ്ക്ക് വിറ്റാൽ ലാഭം 2. ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ സി പി എന്ന് പറഞ്ഞ വാങ്ങിയ വില 8. വാങ്ങിയ വില 8. കണ്ടോ, ഇവിടെ 2 4 കൂടെ 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. മക്കളെ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. ഇതാണ്ടേ എടാ 100നെ 4 കൊണ്ട് ഹരിച്ചാല് നമ്മളുടെ ആൻസർ 25%. ഇത്ര ഉള്ള പരിപാടി. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേക്ക്. നിങ്ങൾ വായിക്കണം. 10 പെൻസിലിന്റെ വാങ്ങിയ വില ഈസ് ഈക്വൽ ടു 8 പെൻസിലിന്റെ വിറ്റ വില എഴുതി വെച്ചു. സി പിയുടെ കൂടെ നിൽക്കുന്നവൻ എസ് പിയുടെ കൂടെ നിൽക്കുന്നവൻ സി പി. അത്രേ ഉള്ളു പരിപാടി. അപ്പോൾ 8 രൂപയ്ക്ക് വാങ്ങിച്ചു, 10 രൂപയ്ക്ക് വിറ്റു. 8 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 10 രൂപയ്ക്ക് വിറ്റാല് 2 രൂപ ലാഭം. സോ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ സി പി 8 വെട്ടി ചെറുതാക്കിയാൽ നമ്മളുടെ ഉത്തരം 25%. അങ്ങനെയാണെങ്കിൽ അതേ മോഡലില് ദാ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തേ. 50 പേനയുടെ വാങ്ങിയ വില, എടാ കുഞ്ഞുങ്ങളെ 50 പേനയുടെ വാങ്ങിയ വില 40 പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ മക്കളെ ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര, നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര ആണെന്നാണ് ചോദ്യം. എഴുതിക്കോ. ദാണ്ടേ അതുപോലെ ദാണ്ടേ ഇങ്ങോട്ട് നോക്ക്. ദാണ്ടേ 50 പേനയുടെ വാങ്ങിയ വില ഇസ് ഈക്വൽ ടു എഴുതി. ബാക്കി 40 പേനയുടെ വിറ്റ വില എഴുതി വെച്ചു. കണ്ടോ, 50 പേനയുടെ വാങ്ങിയ വില ഇസ് ഈക്വൽ ടു 40 പേനയുടെ വിറ്റ വില എന്ന് എഴുതി വെച്ചു. ഞാൻ എന്തോ പറഞ്ഞു തന്നത്? സി പിയുടെ കൂടെ നിൽക്കുന്നവനുണ്ടല്ലോ, സി പിയുടെ കൂടെ നിൽക്കുന്നവനെ എസ് പി ആയിട്ട് പരിഗണിക്കുക. മക്കളെ വിറ്റ വില 50. ഇനി എസ് പിയുടെ കൂടെ നിൽക്കുന്നവനെ സി പി ആയിട്ട് പരിഗണിക്കുക. എസ് പിയുടെ കൂടെ നിൽക്കുന്നവൻ ആരാ? 40. അവനെ സി പി ആയിട്ട് പരിഗണിക്കുക. അപ്പൊ ഉറപ്പിച്ചു. ദാണ്ടെ സി പി 40, എസ് പി 50. എടാ 40 രൂപയ്ക്ക് വാങ്ങിച്ചു, 50 രൂപയ്ക്ക് വിറ്റു. 40 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 50 രൂപയ്ക്ക് അതിനെ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ലാഭമല്ലേ? അല്ലേ? എടാ 40 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, എന്നിട്ട് 50 രൂപയ്ക്ക് വിറ്റു. ലാഭമായതുകൊണ്ട് ലാഭശതമാനം കണ്ടുപിടിക്കണം. ലാഭശതമാനം കാണാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ലാഭം എത്ര? 40 വാങ്ങിച്ചിട്ട് 50 വിൽക്കുവാണെങ്കിൽ 10 രൂപയാണ് ലാഭം. സോ
ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ സി പി. സി പി എന്ന് പറഞ്ഞ വാങ്ങിയ വില. വാങ്ങിയ വില എത്ര? വാങ്ങിയ വില 40. വാങ്ങിയ വില 40. മക്കളെ, താഴെ കിടക്കുന്ന ഈ പൂജ്യവും കട്ടായി. എടാ കുഞ്ഞുങ്ങളെ, 100നെ 4 കൊണ്ട് ഹരിച്ചാല് നമ്മളുടെ ഉത്തരം 25%. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് പറയും, സാറേ ഞങ്ങളിപ്പോൾ ഒരുവിധ സെറ്റായി, ഒരു ചോദ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളിത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കും എന്ന് നിങ്ങൾ പറയും. നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ദാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് പതിയെ വീഡിയോ പോസ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്തു നോക്കുക. അതിനുശേഷം എനിക്ക് കിട്ടുന്ന ആൻസറും നിങ്ങൾക്ക് കിട്ടിയ ആൻസറും കൂടെ ശരിയാണോ നോക്കിക്കേ. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ നോക്കിക്കോണേ, ഏതാണ്ടേ 7 ആപ്പിളിന്റെ വാങ്ങിയ വില. 7 ആപ്പിളിന്റെ വാങ്ങിയ വില. 7 ആപ്പിളിന്റെ വാങ്ങിയ വില. അതാണ്ടേ 7 ആപ്പിളിന്റെ വാങ്ങിയ വില സി പി. വാങ്ങിയ വില എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 10 ആപ്പിളിന്റെ വിറ്റ വില. കണ്ടോ? 7 ആപ്പിളിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് 10 ആപ്പിളിന്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞു. വൃത്തിയായിട്ട് നമ്മൾ എഴുതി വെച്ചു. ഞാൻ എന്തോ നിങ്ങളോട് പറഞ്ഞു തന്നത്, സി പിയുടെ കൂടെ നിൽക്കുന്നവൻ എസ് പി. അതായത് സി പിയുടെ കൂടെ നിന്നത് ഇവിടെ ആരാ? 7 അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും 7നെ നമ്മൾ വാങ്ങിയ വിലയായിട്ട് പരിഗണിക്കണം. കണ്ടോ? സി പിയുടെ കൂടെ നിൽക്കുന്നവനെ വിറ്റ വിലയായിട്ട് പരിഗണിക്കണം. സി പിയുടെ കൂടെ നിന്നവൻ 7, അവനെ വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ വിറ്റ വില 7. ഇനി എസ് പിയുടെ കൂടെ നിൽക്കുന്നവന് വാങ്ങിയ വിലയായിട്ട് പരിഗണിക്കുക. എസ് പിയുടെ കൂടെ നിൽക്കുന്നവൻ ആരാ? 10. അവനെ വാങ്ങിയ വിലയായിട്ട് പരിഗണിക്കണം. അപ്പൊ വാങ്ങിയ വില എത്ര? അപ്പൊ നിങ്ങൾ പറയും വാങ്ങിയ വില 10 എന്ന് പറയും. ഇനി പിടി ഒന്നാലോചിക്ക്, മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ച്. 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, 7 രൂപയ്ക്ക് വിറ്റു. എടാ പിള്ളേരെ, 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 7 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടമല്ലേ? നഷ്ടമല്ലേ? ആണ്. 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 7 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം. നഷ്ടമായതുകൊണ്ട് നമുക്ക് നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. നഷ്ടശതമാനം കാണാൻ നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ദാ പിടിച്ചു. 10 രൂപയ്ക്ക് വാങ്ങിച്ചു, 7 രൂപയ്ക്ക് വിറ്റു. 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 7 രൂപയ്ക്ക് വിറ്റാൽ 3 രൂപയാണ് നഷ്ടം. നഷ്ടം 3. നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വില എന്ന് പറഞ്ഞ സി പി എന്ന് പറഞ്ഞ 10. എടാ കുഞ്ഞുങ്ങളെ, താഴെ കിടക്കുന്ന ഈ പൂജ്യവും മേളിൽ കിടക്കുന്ന ഈ പൂജ്യവും കൂടെ കട്ടായി. 3ഉം 10ഉം കൂടെ ഗുണിച്ചാൽ ദേ പിടിച്ചു ആൻസർ 30%. സിമ്പിൾ. ഇത്രയുള്ള പരിപാടി. ഉത്തരം 30% എന്ന് എഴുതി അവസാനിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിലെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്ടേ വളരെ പ്രധാനപ്പെട്ട അടുത്ത ടൈപ്പ് ചോദ്യം എല്ലാവരും ഒന്ന് വായിച്ചേ. എന്താണ്ടേ ഒരാള് 11 മാങ്ങ 10 രൂപയ്ക്ക് വാങ്ങി, 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റു. ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര? നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്നോട് പറയും, സാറേ ഇവിടെ കച്ചവടക്കാരൻ ആകെ വാങ്ങിയത് 11 മാങ്ങയല്ലേ, വിറ്റത് 10 എണ്ണം അല്ലേ? അങ്ങനല്ല അതിന്റെ അർത്ഥം. അതൊരു തോതാണ്. അതായത് 11 മാങ്ങ 10 രൂപ എന്ന തോതിൽ കുറേ മാങ്ങ വാങ്ങിച്ചു. 11 എണ്ണം 10 രൂപ എന്ന തോതിലെ കുറേ മാങ്ങ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട്
10 11 10 11 10 11 അങ്ങനെ വിറ്റു. സ്വാഭാവികമായിട്ടും ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര, നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം. ഇതാണ്ടേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, ഇവിടെ എണ്ണം തന്നിട്ടുണ്ട്, വിലയും തന്നിട്ടുണ്ട്, ശരിയല്ലേ? എണ്ണവും ഉണ്ട്, വിലയും ഉണ്ട്. എണ്ണവും ഉണ്ട്, വിലയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എണ്ണത്തിന്റെ ഇംഗ്ലീഷ് എന്തുവാ? എണ്ണത്തിന്റെ ഇംഗ്ലീഷ് എന്തുവാ? എണ്ണത്തിന്റെ ഇംഗ്ലീഷ് നമ്പർ അല്ലേ? വില. വില എന്ന് പറഞ്ഞ പ്രൈസ്. വില എന്ന് പറഞ്ഞ പ്രൈസ് ആണ്ടോ? എണ്ണവും ഉണ്ട്, വിലയും ഉണ്ട്. എണ്ണവും ഉണ്ട്, വിലയും ഉണ്ട്. അങ്ങനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇതാണ്ടേ, എണ്ണവും ഉണ്ട്, വിലയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എടാ, ആൽഫബറ്റ് അനുസരിച്ച് ആദ്യം വരേണ്ടത് എന്തുവാ? ABCD ആൽഫബറ്റ് അനുസരിച്ച് MNOP. എന്ന് കഴിഞ്ഞിട്ടല്ലേ പി വരേണ്ടത്? അല്ലേ? എന്ന് കഴിഞ്ഞിട്ടല്ലേ പി വരേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യം നിങ്ങൾ എന്ന്, അതായത് എണ്ണം എഴുതണം. ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് മാത്രമേ വില എഴുതാവുള്ളൂ. ശ്രദ്ധിച്ചോ? ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക. ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക. ഇനി നോക്കിക്കോണേ, എത്ര എണ്ണം വാങ്ങിച്ചത്? 11 എണ്ണം 10 രൂപ. 10 എണ്ണം 11 രൂപ. ഇനി ചെയ്യേണ്ടത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഇതാണ്, നോക്ക്, താഴോട്ട് ഗുണിച്ച് താഴെ എഴുതണം. മക്കളെ, 11ഉം 11ഉം കൂടെ ഗുണിച്ചാൽ 121. താഴോട്ട് ഗുണിക്കുക, താഴെ എഴുതുക. ഇതാണ്ടേ, 10ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 100. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, അവനെ നിങ്ങൾക്ക് CP ആയിട്ട് പരിഗണിക്കാം, രണ്ടാമത്തവനെ SP ആയിട്ട് പരിഗണിക്കാം. ഇത്രേ ഉള്ളൂ. ഒന്നും കൂടെ, ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യയെ CP ആയിട്ട് പരിഗണിക്കുക, രണ്ടാമത്തതിനെ SP ആയിട്ട് പരിഗണിക്കുക. സോ അങ്ങനാണെങ്കിൽ ഇതാണ്ടേ, വാങ്ങിയ വില 100, വാങ്ങിയ വില 100, വിറ്റ വില 121. 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 121 രൂപയ്ക്ക് വിറ്റാൽ ലാഭമാണോ നഷ്ടമാണോ? എടാ മക്കളെ, 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, 121 രൂപയ്ക്ക് വിറ്റു, ലാഭമാണോ നഷ്ടമാണോ? ലാഭമല്ലേ? ലാഭമായതുകൊണ്ട് ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. ലാഭശതമാനം കാണാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 121 രൂപയ്ക്ക് വിറ്റാല് 21 രൂപയല്ലേ ലാഭം കിട്ടിയത്? ലാഭം 21. സോ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. ഡിവൈഡഡ് ബൈ CP, വാങ്ങിയ വില. സോ വാങ്ങിയ വില 100 ആണ്. കണ്ടോ? താഴെ കിടക്കുന്ന 100ഉം മുകളിൽ കിടക്കുന്ന 100 കട്ടായി പോയി. ഉത്തരം 21% എന്ന് ഭംഗിയായിട്ട് എഴുതി അവസാനിപ്പിക്കുക. 1 മാർക്ക് നമ്മുടെ വെട്ടിയിൽ വന്നു. സെറ്റ്. ഇതാണ് ചെയ്യേണ്ടത്. എണ്ണവും കാണും, വിലയും കാണും. ആദ്യം എണ്ണം എഴുതണം. ആദ്യം എണ്ണം എഴുതണം, മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MNOP. ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യയെ CP ആയിട്ട് പരിഗണിക്കുക, രണ്ടാമത്തവനെ SP ആയിട്ട് പരിഗണിക്കുക. ഇത്രയുള്ള പരിപാടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ദാ പിടിച്ചോ. ദാണ്ടേ, ഒരാള് 4 നാരങ്ങ 5 രൂപയ്ക്ക് വാങ്ങി 5 എണ്ണം 4 രൂപയ്ക്ക് വിറ്റു. ലാഭമോ നഷ്ടമോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര, നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര? പിടി. ആദ്യം എണ്ണം എഴുതണം. ആദ്യം എഴുതേണ്ടത് എണ്ണം. ദാണ്ടേ, ആദ്യം എണ്ണം എഴുതുക, നമ്പർ എഴുതണം.
രണ്ടാമത് വില എഴുതുക. വില, പ്രൈസ്. ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതുക. എണ്ണം എത്ര? 4 എണ്ണം 5 രൂപ, 5 എണ്ണം 4 രൂപ. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ദാണ്ടേ താഴോട്ട് ഗുണിച്ച് താഴെ എഴുതണം. 5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 25, 5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 25. അതേപോലെ എടാ 4ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 16, 16, 16. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ, ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്നവൻ CP, ആദ്യം കിട്ടുന്നവൻ CP, ആദ്യം കിട്ടുന്നവൻ CP, രണ്ടാമത്തവൻ SP. ഇനി പറയാം, 25 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, 16 രൂപയ്ക്ക് വിറ്റു. എടാ പിള്ളേരെ, 25 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 16 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടമല്ലേ? നഷ്ടമാ. എത്ര രൂപ നഷ്ടം? 9 രൂപ നഷ്ടം. അപ്പോൾ നഷ്ടമാണെന്ന് മനസ്സിലായി. നഷ്ടമായതുകൊണ്ട് നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. നഷ്ടശതമാനം കാണാൻ നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. 25 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 16 രൂപയ്ക്ക് വിറ്റാല് 9 രൂപയാണ് നഷ്ടം. നഷ്ടത്തിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞ വാങ്ങി വില, വാങ്ങി വില എന്ന് പറഞ്ഞ 25, വാങ്ങി വില 25. ഇനി വെട്ടിക്കൂ. 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100 അല്ലേ? 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100. 9ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 36. നമ്മളുടെ ഉത്തരം ദാ പിടിച്ചു, 36%. സിമ്പിൾ. ഇത്രേ ഉള്ളൂ പരിപാടി. സോ ഇങ്ങനെയാണ് എണ്ണവും വിലയും വരുന്ന ചോദ്യങ്ങൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്. അങ്ങനാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ദാ പിടി, ദേ പിടി, ദാ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചെയ്തേ. ഒരാള് 6 ആപ്പിൾ 25 രൂപയ്ക്ക് വാങ്ങിച്ചു. ഒരാള് 6 ആപ്പിൾ 25 രൂപയ്ക്ക് വാങ്ങിച്ചു, 4 എണ്ണം 20 രൂപയ്ക്ക് വിറ്റു. ലാഭമോ നഷ്ടമോ? ഇതാണ് ചോദ്യം. ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര? നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര? ആദ്യം എണ്ണം എഴുതുക, ആദ്യം എണ്ണം എഴുതുക. രണ്ടാമത് വില, 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 വില. ഇനി പറ, എത്ര എണ്ണമാ? 6 എണ്ണം 25 രൂപ, 4 എണ്ണം 20 രൂപ. ക്രോസ് ആയിട്ട് ഗുണിക്കേ, ക്രോസ് ആയിട്ട് ഗുണിക്കേ. 25ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 100, 6ഉം 20ഉം കൂടെ ഗുണിച്ചാൽ 120. അങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ നിങ്ങൾ CP ആയിട്ട് പരിഗണിക്കുക, രണ്ടാമത്തവനെ SP ആയിട്ട് പരിഗണിക്കുക. ഇത് നിങ്ങൾ പറ മക്കളെ, 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 120 രൂപയ്ക്ക് വിറ്റു. എടാ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 120 രൂപയ്ക്ക് വിറ്റാൽ ലാഭമല്ലേ? ലാഭമാണ്. അപ്പോൾ ലാഭമായതുകൊണ്ട് ലാഭശതമാനം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആണ്. അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 120 രൂപയ്ക്ക് വിറ്റാൽ ലാഭം 20 അല്ലേ? ആണ്. ആ ലാഭത്തിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞ വാങ്ങി വില, വാങ്ങി വില 100. താഴെ കിടക്കുന്ന ദേ ഈ 100ഉം മുകളിൽ കിടക്കുന്ന ആ 100ഉം കൂടെ കളഞ്ഞാൽ നമ്മളുടെ ആൻസർ 20% എന്ന് വരും ആൻസർ. ഇത്രേ ഉള്ളു പരിപാടി. സോ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 2 മോഡൽ ചോദ്യങ്ങൾ പഠിച്ചു. ഇത്ര സാധനങ്ങളുടെ വാങ്ങി വില ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭമോ നഷ്ടമോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിച്ചു. ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വിറ്റാൽ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള ചോദ്യങ്ങളും ക്ലാസ്സില് വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചു. ഇതാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. ഒരാള് 4 പേന വാങ്ങി,
അപ്പോൾ ഒരെണ്ണം സൗജന്യമായിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരാള് 4 പേന വാങ്ങിച്ചു, ഒരാള് 4 പേന വാങ്ങിച്ചു, ഒരെണ്ണം സൗജന്യമായിട്ട് കിട്ടി. കണ്ടോ, ഒരാള് 4 പേന വാങ്ങിച്ചു, ഒരെണ്ണം സൗജന്യമായിട്ട് കിട്ടിയെങ്കിൽ എത്ര ശതമാനം വിലക്കിഴിവിന് തുല്യം? എത്ര ശതമാനം വിലക്കിഴിവിന് തുല്യം എന്നാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും എടാ, നമ്മൾ സാധാരണ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കുന്നത് ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ പരസ്യവില എന്നുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ പരസ്യവില ഇല്ല, ഇവിടെ പരസ്യവില ഇല്ല. അപ്പൊ എങ്ങനെ ചെയ്യണം? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇതാണ്ടേ. നമുക്കറിയാം, ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ പരസ്യവില അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്. അതിവിടെ ഇല്ല. സോ അങ്ങനെ പരസ്യവില ഇല്ലെങ്കിൽ, അതായത് ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതെങ്കിൽ, പരസ്യവില ഇല്ലാതെ ഇത്ര എണ്ണം വാങ്ങിക്കുമ്പോൾ ഇത്ര എണ്ണം ഫ്രീ കിട്ടും, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ കയ്യിൽ വരുന്ന ആകെ സാധനങ്ങളുടെ എണ്ണത്തിന് റഫറൻസ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. കയ്യിൽ വരുന്ന ആകെ സാധനങ്ങളുടെ എണ്ണത്തിന് റഫറൻസ് ആയിട്ട് വെക്കുക. അതായത് ടോട്ടൽ ആർട്ടിക്കിൾസ്. ഇത്രയുള്ള പരിപാടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 പേന വാങ്ങിച്ചു, ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. സ്വാഭാവികമായിട്ടും കയ്യിൽ വന്ന ആകെ പേനകളുടെ എണ്ണം 5 അല്ലേ? 4 എണ്ണം വാങ്ങിച്ചു, ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. കയ്യിൽ വന്ന ആകെ പേനകളുടെ എണ്ണം 5. സോ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വെറുതെ കിട്ടുന്നത്, ചുമ്മാ കിട്ടുന്നത്, ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്നത്, ചുമ്മാ കിട്ടുന്നത്, ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ഒരെണ്ണമാണ്. സോ അതിനെ 100 കൊണ്ട് ഗുണിക്കുക. കയ്യിൽ വന്ന ആകെ സാധനങ്ങളുടെ എണ്ണം താഴെ എഴുതുക. കയ്യിൽ വന്ന ആകെ സാധനങ്ങളുടെ എണ്ണം 5. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ നമ്മളുടെ ആൻസർ 20%. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഒന്നും കൂടെ പറയാം. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ചെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്ന് ചോദിച്ചാൽ എടാ ഇത്രയേ ഉള്ളൂ പരിപാടി. അതായത് ഫ്രീ ആയിട്ട് കിട്ടിയതിനെ 100 കൊണ്ട് ഗുണിക്കുക, കയ്യിൽ വന്ന ആകെ സാധനങ്ങളുടെ എണ്ണത്തിനെ റഫറൻസ് ആയിട്ട് വെക്കുക, താഴെ വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ അതേപോലെ ഒരു ചോദ്യം കൂടെ പിടി. ഇതാണ്ടേ, ഇതാ പിടിച്ചോ. ഇതാണ് ചോദ്യം. രാധ 3 സാരി വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യമായിട്ട് കിട്ടി. രാധ 3 സാരി വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യമായിട്ട് കിട്ടി. അങ്ങനാണെങ്കിൽ രാധയുടെ കയ്യിൽ വന്ന ആകെ സാരികളുടെ എണ്ണം 4 അല്ലേ? 4. സോ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടിയത്, ചുമ്മാ കിട്ടിയത്, ഫ്രീ ആയിട്ട് കിട്ടിയത് ഒരെണ്ണം അല്ലേ? ഒരെണ്ണം അല്ലേ? അവനെ 100 കൊണ്ട് ഗുണിക്കുക. കയ്യിൽ വന്ന ആകെ സാധനങ്ങളുടെ എണ്ണത്തിന് റഫറൻസ് ആയിട്ട് വെക്കുക. കയ്യിൽ വന്ന ആകെ സാധനങ്ങളുടെ എണ്ണം 3 അല്ലേ? 3 ആണോ? 3 എണ്ണം വാങ്ങിച്ചു, ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. കയ്യിൽ വന്ന ആകെ സാധനങ്ങളുടെ എണ്ണം 4. ശ്രദ്ധിച്ചോണം, കയ്യിൽ വന്ന ആകെ സാധനങ്ങളുടെ എണ്ണം 4. ആ 4 താഴെ എഴുതിക്കോ. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ നമ്മളുടെ ആൻസർ 25%. ഇത്ര ഉള്ളു പരിപാടി. 3 എണ്ണം വാങ്ങിച്ചു, ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. കയ്യിൽ വന്ന ആകെ സാരികളുടെ എണ്ണം 4.
അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം ദാ പിടിച്ചു. ചോദ്യം ഇതാണ്: ഒരാള് 10 സോപ്പ് വാങ്ങിയപ്പോൾ 2 സൗജന്യമായിട്ട് ലഭിച്ചു. എത്ര ശതമാനം കിഴിവിന് തുല്യമാണ് എന്നാണ് ചോദ്യം. പിടി. അതായത് 10 വാങ്ങിച്ചു, 2 ഫ്രീ ആയിട്ട് കിട്ടി. ആ മനുഷ്യന്റെ കയ്യിൽ വന്ന ആകെ സോപ്പുകളുടെ എണ്ണം 12 അല്ലേ? 10 വാങ്ങിച്ചു, 2 ഫ്രീ ആയിട്ട് കിട്ടി. ആ മനുഷ്യന്റെ കയ്യിൽ വന്ന ആകെ സോപ്പുകളുടെ എണ്ണം 12 ആണേ. സോ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടിയത്, ചുമ്മാ കിട്ടിയത്, ഫ്രീ ആയിട്ട് കിട്ടിയത്. എത്ര? 2 അല്ലേ? സോ അതിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുക. കയ്യിൽ വന്ന ആകെ സാധനങ്ങളുടെ എണ്ണത്തിന് താഴെ എഴുതുക. കയ്യിൽ വന്നത് 10 വാങ്ങിച്ചു, 2 ഫ്രീ കിട്ടി. കയ്യിൽ വന്നത് 12. കയ്യിൽ വന്നത് 12. ആ 12 താഴെ എഴുതി വെച്ചു. മക്കളെ, 2ന്റെ 6ാമത്തെ ഗുണിതമല്ലേ 12? 2നെ 6 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുന്നത്. 2ന്റെ 6ാമത്തെ ഗുണിതമാണ് 12 ആണേ. ഇനി 100ഉം 6ഉം കൂടെ 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുക. 100നെ 2 കൊണ്ട് ഹരിച്ചാൽ 50. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3. ഇനിയൊന്നും വെട്ടാനില്ല. 50നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. 50നെ 3 കൊണ്ട് ഹരിച്ചാൽ നമ്മളുടെ ആൻസറായി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വേണ്ടേ, 50നെ നിങ്ങൾ 3 കൊണ്ട് ഹരിക്കുക. 50നെ 3 കൊണ്ട് ഹരിക്കുക. 16 3 48. ശിഷ്ടം 2 വരും. ശിഷ്ടം 2 വരും. ഇനി ആദ്യം ആ ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റ് അങ്ങോട്ട് എഴുതണം. കോഷ്യന്റ്. അതിനുശേഷം ഡിവൈസർ അല്ലെങ്കിൽ ഹാരകം താഴെ എഴുതുക. ആ ഹാരകത്തിന്റെ മുകളിൽ ശിഷ്ടമായ 2നെ കൊണ്ടുവന്ന് വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒന്നും കൂടെ പറയാം. ആദ്യം ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റ് എഴുതണം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന്, ആന്റി ക്ലോക്ക് വൈസ്. അതിനുശേഷം ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ എഴുതുക. ഹാരകത്തിന്റെ മുകളിൽ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡറിനെ കൊണ്ടുവെക്കുക. സംഭവം സെറ്റ്. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഉത്തരം 16 2/3% എന്ന് എഴുതി വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുക. അതായിരുന്നു ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ദാ വന്നു. പിടി. ചോദ്യം: ഒരാള് 33 മീറ്റർ തുണി വിൽക്കുമ്പോൾ 11 മീറ്റർ തുണിയുടെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ഒരാള് 33 മീറ്റർ തുണി വിൽക്കുമ്പോൾ 11 മീറ്റർ തുണിയുടെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. അതാണ്ടേ, ഒരാള് എത്ര മീറ്റർ തുണിയാ വിറ്റത്? 33 അല്ലേ? ലാഭശതമാനം കാണാൻ ഒരാള് മൊത്തത്തിൽ എത്ര മീറ്റർ തുണിയാ വിറ്റത്? 33. അല്ലെങ്കിൽ 33 സാധനങ്ങൾ വിറ്റു എന്ന് കരുതാം. സോ 33 സാധനങ്ങൾ വിറ്റു. 33 സാധനങ്ങൾ വിറ്റു. 11 എണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. 11 എണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം കാണാൻ 100 കൊണ്ട് ഗുണിക്കുക. ലാഭശതമാനം കാണാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത്ര ഉള്ളു പരിപാടി. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. എടാ, ലാഭശതമാനം കണ്ടുപിടിക്കാൻ മൊത്തത്തില് എത്ര സാധനങ്ങളാണോ വിറ്റത് ആ സംഖ്യ താഴെ എഴുതണം. മൊത്തത്തില് എത്ര സാധനങ്ങളാണോ വിറ്റത്
ആ സംഖ്യയെ താഴെ കൊണ്ടുവന്ന് വെക്കുക. എത്ര എണ്ണത്തിന്റെ ലാഭമാണ് വാങ്ങിയ വിലയാണോ ലാഭമായിട്ട് കിട്ടിയത് ആ സംഖ്യ മുകളിൽ കൊണ്ടുവന്ന് എഴുതണം. എന്നിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ഇത്രേ ഉള്ളൂ. ഒന്നും കൂടെ, മൊത്തം എത്ര എണ്ണം വിറ്റോ ആ സംഖ്യ താഴെ എഴുതണം. എത്ര എണ്ണത്തിന്റെ വാങ്ങിയ വിലയാണോ ലാഭമായിട്ട് കിട്ടിയത് ആ സംഖ്യ മുകളിൽ എഴുതുക. 100 കൊണ്ട് ഗുണിക്കുക. വരടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സോ അങ്ങനാണെങ്കിൽ എടാ പിള്ളേരെ, 11ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് 33. 11ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് 33. ഇനി 100നെ 3 കൊണ്ട് ഹരിച്ച ആൻസറായി. 100നെ 3 കൊണ്ട് ഹരിക്കുക. 100നെ 3 കൊണ്ട് ഹരിക്കുക. ഹരിക്കേ. 100നെ 3 കൊണ്ട് ഹരിക്കുക. 339 ശിഷ്ടം 1 0. 339 ശിഷ്ടം 1. ആന്റി ക്ലോക്ക് വൈസ്. ആദ്യം ഹരണഫലം എഴുതണം. ആദ്യം ഹരണഫലം എഴുതുക. കോഷ്യന്റ്, പിന്നെ ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ. ആ ഹാരകത്തിന്റെ മുകളില് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ ആൻസർ 33 1/3% എന്ന് എഴുതി അവസാനിപ്പിക്കുക. 1 മാർക്ക് നമ്മുടെ വെട്ടിയില്ല. ഇത്ര ഉള്ളു പരിപാടി. സോ ക്ലിയർ ആണോ? ക്ലിയർ ആണേ? ഒന്നും കൂടെ. ഇവിടെ മക്കളെ, മൊത്തത്തിൽ എത്ര സാധനങ്ങളാണോ വിറ്റത് ആ സംഖ്യ താഴെ എഴുതണം. എഴുതാമല്ലോ. എത്ര എണ്ണത്തിന്റെ വാങ്ങിയ വിലയാണോ ലാഭമായിട്ട് കിട്ടിയത് ആ സംഖ്യ മോളിൽ എഴുതുക. അതിനെ 100 കൊണ്ട് ഗുണിക്കുക. അത്രേ ഉള്ളു പരിപാടി. അങ്ങനാണെങ്കിൽ ദാ പിടി അടുത്ത ചോദ്യം. ദാണ്ടേ, ഒരാള് 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം കാണാൻ ലാഭശതമാനം കാണാൻ മൊത്തത്തിൽ എത്ര സാധനങ്ങളാ വിറ്റത്? 9 എണ്ണം അല്ലേ? അത് താഴെ എഴുതണം. എത്ര എണ്ണത്തിന്റെ വാങ്ങിയ വിലയാണ് ലാഭമായിട്ട് കിട്ടിയത്? 1 അല്ലേ? അതിനെ മുകളിൽ എഴുതുക. അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ പരിപാടി സെറ്റ്. കണ്ടോ? 9 എണ്ണം വിറ്റു, ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം കാണാൻ 100 കൊണ്ട് ഗുണിക്കുക. ഇത്രേ ഉള്ളൂ. സോ 100നെ 9 കൊണ്ട് ഹരിക്കുക. 100നെ 9 കൊണ്ട് ഹരിച്ചാൽ 11 9 99 ശിഷ്ടം 1. 100നെ 9 കൊണ്ട് ഹരിച്ചാൽ 11 9 99 ശിഷ്ടം 1. ആന്റി ക്ലോക്ക് വൈസ്. ആദ്യം ഹരണഫലം, പിന്നെ ഹാരകം. ഹാരകത്തിന്റെ മുകളില് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ കൊണ്ടുവന്ന് എഴുതുക. പരിപാടി കഴിഞ്ഞു. ഉത്തരം 11 1/9%. 11 1/9%. ദാ പിടി അടുത്ത ക്വസ്റ്റ്യൻ. ദാണ്ട്, ഒരാള് 5 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം എത്ര? ഒരാള് 5 എണ്ണം വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ലാഭശതമാനം കാണാൻ ലാഭശതമാനം കണ്ടുപിടിക്കാൻ നോക്കിക്കോണേ. എത്ര എണ്ണം വിറ്റത്? 5. 5 എണ്ണം വിറ്റു. 5 എണ്ണം വിറ്റു. ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം കാണാൻ 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കുക. കഴിഞ്ഞു മക്കളെ. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 100നെ 5 കൊണ്ട് ഹരിച്ച 20 അല്ലേ? ആൻസർ 20%. കണ്ടോ? സിമ്പിൾ അല്ലേ? പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കി സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ പറ്റുന്ന, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിലെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു ബുക്കിനകത്തേക്ക്
വളരെ ഭംഗിയായിട്ട് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എത്തുമ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ അതെല്ലാം ഉറപ്പായിട്ടും കിട്ടും. സോ അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. ഇതാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ്ടേ, ഒരാള് 80 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണമല്ല 10 എണ്ണം. ഒരാള് 80 സാധനങ്ങൾ വിറ്റപ്പോൾ 10 എണ്ണത്തിന്റെ വാങ്ങി വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം എത്ര? ഒന്നും കൂടെ. ഒരാള് 80 സാധനങ്ങൾ വിറ്റപ്പോൾ 10 എണ്ണത്തിന്റെ വാങ്ങി വില ലാഭമായിട്ട് കിട്ടി. ലാഭശതമാനം എത്ര? എടാ, എത്ര എണ്ണമാണോ വിറ്റത് ആ സംഖ്യ താഴെ എഴുതണം. എത്ര എണ്ണമാ? 80. എത്ര എണ്ണത്തിന്റെ വാങ്ങി വിലയാണോ ലാഭമായിട്ട് കിട്ടിയത് ആ സംഖ്യ മുകളിൽ എഴുതുക. 10. അതിനെ 100 കൊണ്ട് ഗുണിക്കുക. പരിപാടി കഴിഞ്ഞു. താഴെ കിടക്കുന്ന ഈ 0 കട്ട് 100ഉം 8ഉം കൂടെ 4 കൊണ്ട് വെട്ടാം. മക്കളെ, 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25. 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2. 25നെ 2 കൊണ്ട് ഹരിച്ചാൽ 25ന്റെ പകുതി എന്ന് പറഞ്ഞാൽ ദാവിടി 12.5. 25ന്റെ പകുതി 12.5% ആ ഒരു ക്വസ്റ്റ്യന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിലെ വളരെ ഭംഗിയായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഒരാള് 9 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില നഷ്ടമായിട്ട് സംഭവിച്ചു. നഷ്ടശതമാനം എത്രയാണെന്നാണ് ചോദ്യം. ഒന്നും കൂടെ. എത്ര എണ്ണം വിറ്റത്? ഒരാൾ 9 സാധനങ്ങൾ വിറ്റു. എടാ, 9 എണ്ണം വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങി വില നഷ്ടമായിട്ട് സംഭവിച്ചു. നഷ്ടശതമാനം കണ്ടുപിടിക്കണം. പഴയ പരിപാടി തന്നെ, ഒരു മാറ്റവും ഇല്ല. നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പഴയ പരിപാടി തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ എത്ര എണ്ണമാണോ വിറ്റത് ആ സംഖ്യ താഴെ എഴുതണം. എത്ര എണ്ണം വിറ്റത്? 9 അല്ലേ? എത്ര എണ്ണമാണോ വിറ്റത് ആ സംഖ്യ താഴെ എഴുതുക. എത്ര എണ്ണത്തിന്റെ വാങ്ങിയ വിലയാണോ നഷ്ടമായിട്ട് സംഭവിച്ചത് ആ സംഖ്യ മുകളിൽ എഴുതുക. ഒരെണ്ണം അല്ലേ? ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില നഷ്ടമായിട്ട് സംഭവിച്ചു. നഷ്ടശതമാനം കാണാൻ 100 കൊണ്ട് ഗുണിക്കുക. ഇത്രയുള്ള പരിപാടി. നഷ്ടശതമാനം കാണാൻ ശതമാനത്തിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര എണ്ണമാണോ മൊത്തം വിറ്റത് ആ സംഖ്യ താഴെ എഴുതണം. എത്ര എണ്ണത്തിന്റെ വാങ്ങിയ വിലയാണോ നഷ്ടമായിട്ട് സംഭവിച്ചത് ആ സംഖ്യ മുകളിൽ എഴുതുക. 100 കൊണ്ട് ഗുണിക്കുക. പരിപാടി കഴിഞ്ഞു. ഇനി 100നെ 9 കൊണ്ട് ഹരിച്ചാൽ വെട്ടാൻ പറ്റത്തില്ല. 100നെ 9 കൊണ്ട് ഹരിക്ക്. 11 9 99. ശിഷ്ടം 1. ആന്റി ക്ലോക്ക് വൈസ്. ആദ്യം കോഷ്യന്റ്, ആദ്യം ഹരണഫലം എഴുതി, ഹാരകം അല്ലെങ്കിൽ ഡിവൈസർ, അതിന്റെ മുകളില് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ. ഉത്തരം 11 1/9%. 11 1/9%. നമുക്ക് എല്ലാം ഒന്നും കൂടെ ഒന്ന് റിവിഷൻ നടത്താം. ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വില ഇത്ര സാധനങ്ങളുടെ വിറ്റ് വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭമോ നഷ്ടമോ പഠിച്ചു. ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വിറ്റു പഠിച്ചു. കുറച്ചെണ്ണം വാങ്ങിച്ചു, കുറച്ചെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി, ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ പഠിച്ചു. കുറച്ച് സാധനങ്ങൾ വിൽക്കുമ്പോൾ കുറച്ചെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടി, ലാഭശതമാനം എത്ര പഠിച്ചു. കുറച്ച് സാധനങ്ങൾ വിൽക്കുമ്പോൾ കുറച്ചെണ്ണത്തിന്റെ വാങ്ങിയ വില നഷ്ടമായിട്ട് സംഭവിച്ചു, നഷ്ടശതമാനം എത്ര. 5 മോഡൽ പഠിച്ചു.
5 മോഡൽ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. ദാ പിടി അടുത്ത ക്വസ്റ്റ്യൻ അതാണ്ടേ ഒന്നും കൂടെ. ഒരാള് 5 സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില നഷ്ടമായിട്ട് സംഭവിച്ചു. നഷ്ടശതമാനം എത്ര? പഴയ മോഡൽ ചോദ്യം. ഒരു മാറ്റവും ഇല്ല. ദാണ്ടേ നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ മക്കളെ എത്ര സാധനങ്ങളാണോ മൊത്തത്തിൽ വിറ്റത് ആ സംഖ്യ താഴെ എഴുതണം. എത്ര എണ്ണോ? 5. താഴെ എഴുതി എത്ര എണ്ണത്തിന്റെ വാങ്ങിയ വിലയാണോ നഷ്ടമായിട്ട് സംഭവിച്ചത് ആ സംഖ്യ മുകളിൽ എഴുതുക. 1 അല്ലേ? എഴുതി 100 കൊണ്ട് ഗുണിക്കുക. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ നമ്മളുടെ ആൻസർ ദേ പിടിച്ചോ 20%. ഇത്ര കൊണ്ട് പരിപാടി. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 5 ടൈപ്പ് ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പഠിച്ചത്. ഈ 5 ടൈപ്പ് ചോദ്യങ്ങളും ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5 എന്ന് വൃത്തിയായിട്ട് ഒരു പേപ്പറിനകത്തോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അടുത്ത 5 ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാം. പോരെ? 5 എണ്ണം വെച്ച് പഠിപ്പിക്കാം. അതാവുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നിൽക്കും, നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, നമുക്ക് എക്സാം ഹാളിലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 മോഡൽ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ ക്ലാസ്സിലെ വൃത്തിയായിട്ട് പഠിപ്പിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളുടെ ക്ലർക്ക് ക്യാഷർ പരീക്ഷയ്ക്ക് നമ്മൾ എക്സാം ഹാളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ ഒരു അവസാന നിമിഷത്തില് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ യൂട്യൂബിനകത്ത് സ്ഥിരമായിട്ട് മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം നമ്മൾ ക്ലാസ്സിലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കി സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോർ ടോപ്പിക്കുകൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന നമ്മുടെ CSEB ക്ലർക്ക് ക്യാഷർ പരീക്ഷ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞു പോയ CSEB ക്ലർക്ക് ക്യാഷർ പരീക്ഷ എഴുതി ഒരുപാട് പേരുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരു 40 അല്ലെങ്കിൽ 50 മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് 40-50, 40-50, 50-55 എന്നതിനപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല. അവിടെയാണ് പ്രശ്നം. സോ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളെ മാത്രം കേന്ദ്രീകരിച്ച് അതിനെ പല ഭാഗങ്ങളായിട്ട് പിരിച്ചു വെച്ച് അവിടെ കൂടുതൽ റിസർച്ച് നടത്തി അവിടുന്ന് കൂടുതൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മുടെ കോഴ്സുകളിൽ നമ്മൾ കൊടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 1ാം റാങ്ക് ഉൾപ്പെടെ നിരവധി ഉദ്യോഗാർത്ഥികളെ സർവീസിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. വസ്തുതകൾ മനസ്സിലാക്കി വരാൻ പോകുന്ന നമ്മുടെ CSEB ക്ലർക്ക് ക്യാഷർ പരീക്ഷകൾക്ക് നിങ്ങൾ അവസാന നിമിഷത്തിലെ ഓടിക്കിതച്ചു പോയി എത്താതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠനം തുടങ്ങിക്കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസങ്ങളും കുറേശ്ശെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ച് ഓവർലോഡ് ആകാതെ കൃത്യമായിട്ട് നിങ്ങൾ ടാർഗറ്റിലേക്ക് അടുത്ത് മൂവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 2026 നിങ്ങൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ CSEB ക്ലർക്ക് ക്യാഷർ പരീക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കും. സോ അതിന് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് CCയിലെ ഏറ്റവും പുതിയ ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. സോ ബിഗിനേഴ്സ് ബാച്ചിന്റെ പ്രത്യേകത, നമ്മൾ 3 മാസം കൊണ്ടും 6 മാസം കൊണ്ടും കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന 2 ബാച്ചുകളാണ്. അതിലെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നത് 6 മാസം കൊണ്ട് എൻ്റയർ സിലബസ്
വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തീർത്തു തരുന്ന രീതിയിൽ ഏറ്റവും അവസാനം നടന്നുപോയ CSEB നടത്തിയ വിവിധ പരീക്ഷകളിലെ ചോദ്യപേപ്പറെ മുൻനിർത്തിയിട്ട് നമ്മൾ അത്തരം കോർ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ പുതിയ റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെ റിവിഷൻ എക്സാമുകളും അതേപോലെ മോഡൽ എക്സാമുകളും മന്ത്ലി OMR എക്സാമുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് ആധികാരികമായ വിജയം നേടിയെടുക്കുവാൻ സാധിക്കും. സോ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും 2026 പൂവണിയാനുള്ള വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇത്തരത്തിൽ ഇപ്പം നമ്മുടെ ക്ലാസ് കണ്ടില്ലേ, എല്ലാം മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അതായത് മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഡൗൺ ടു എർത്തിലെ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് ലൈവ് ക്ലാസ്സുകൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ പോർഷൻ തീർത്തു തരുവാൻ സാധിക്കും. സോ അത്തരത്തിലെ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് മൂവ് ചെയ്യുക. ഏറ്റവും പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാൻ ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. സാധ്യതകൾ പിന്നീട് വരുത്തില്ല. ഓരോ സാധ്യതകളിലും നമ്മൾ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏജ് ഓവർ ആയി പോത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളുടെ ഈ നല്ല പ്രായത്തിലെ ഇത്തരം കിട്ടുന്ന സാധ്യതകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങുവാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ ഭാഗവുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, മാത്സിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ പരീക്ഷ ഹാളില് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആകാൻ നോക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇതിന്റെ രണ്ടാമത്തെ ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണം എന്നുകൂടി പറയുകയാണ്. അതിനനുസരിച്ച് നമ്മൾ അടുത്തടുത്ത വീഡിയോസ് ഉടനെ നമ്മൾ ലോഞ്ച് ചെയ്യാം. അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന, അതായത് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളിലേക്കുള്ള ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതി വളരെ സന്തോഷത്തോടു കൂടി എക്സാം ഹാളിൽ നിന്നും ഇറങ്ങി വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.